Hello everyone, I'm Dr. Manoj Johnson, lifestyle physician John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കുള്ള കോമൺ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ ഒരാളെ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അവർ പറയാണ്, ഡോക്ടറെ എനിക്ക് വെള്ളം കുടിച്ചാൽ വയറ്റിൽ ഗ്യാസ് നിറയും. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന പോട്ടെ, എനിക്ക് വെറും വെള്ളം കുടിച്ചാൽ മാത്രം മതി, ഗ്യാസ് നിറയും, നെഞ്ചിന് വിമിഷ്ടം ഉണ്ടാകും, കീഴ്വായു ഉണ്ടാകും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് വെറുതെ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. പിന്നെ ഈ പൊട്ടാറ്റോയോ അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളോ കഴിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ആ വ്യക്തി പലതിനെയും ഒഴിവാക്കുക, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു വെറുതെ പച്ചച്ചോറ് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതേ രീതിയിൽ ഭൂരിഭാഗം ആളുകൾ ഈ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ കീഴ്വായു എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യനായാൽ ഗ്യാസ് ഫോർമേഷൻ ആയിരിക്കണം. അത് ഏമ്പക്കം രീതിയിൽ നമുക്ക് വായിക്കൂടെയും കീഴ്വായു രീതിയിൽ മലദ്വാരത്തിന്റെ ഭാഗത്തൂടെ പോകുന്ന ഒരു രീതിയാണ്. കാരണം ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്നത് കുടലിലാണ്, ഇൻറ്റസ്റ്റൈനിലെ ബാക്ടീരിയകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഏതെടുക്കുമ്പോഴാണ് ഇൻറ്റസ്റ്റൈനിന്റെ ഡാമേജ് കൂടുന്നത്, ഏതെടുക്കുമ്പോഴാണ് ഈ ബാക്ടീരിയകൾക്ക് ലോഡ് കൂടുന്നത്? കാരണം കുറച്ച് കഴിക്കുമ്പോഴത്തേനോ മതി എന്ന് ശരീരം പറയുന്ന ഒരു മെത്തഡിനെയാണ് നമ്മൾ ഗ്യാസ് നിറയുക എന്നുള്ള രീതി പറയുന്നത്. അപ്പം കീഴ്വായു എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നോർമൽ ശരീര പ്രകൃതം അനുസരിച്ച് ഒരു ദിവസം മിനിമം 5 തൊട്ട് ഒരു 15 തവണയെങ്കിലും കീഴ്വായു പോകാറുണ്ട്. അത് നോർമൽ ഉള്ള ഒരു കാര്യമാണ്. അല്ലാതെ അയ്യോ ഇതുണ്ടോ എന്നുള്ള ഒരു രീതിയൊന്നുമില്ല, ആരും ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യനായാൽ അതായിരിക്കണം അങ്ങനെ. പക്ഷെ അതിന് നമുക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ രീതികളോ ഒന്നും കാണത്തില്ല. പക്ഷേ ഈ ഇൻറ്റസ്റ്റൈനൽ ഹെൽത്ത് പ്രശ്നം കൊണ്ട്, കുടലിലെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഈ ഗ്യാസ് പാസ് ചെയ്യുന്ന സമയങ്ങളിൽ ദുർഗന്ധം വരുന്ന ഒരു രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുടലില് പ്രശ്നമുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കുടലിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് ഒരു മരുന്ന് കഴിച്ചാലോ ഒരു ഗുളിക കഴിച്ചാലോ കഷായം കുടിച്ചാലോ ഒന്നും മാറുന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുടലിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആമാശയത്തില്, നമ്മുടെ സ്റ്റൊമക്കില് ആസിഡ് പ്രൊഡക്ഷൻ സംഭവിക്കണം. ഈ ആസിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം നല്ല അളവിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ആസിഡ് നല്ല അളവിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണത്തിലൂടെ വന്നിരിക്കുന്ന ബാക്ടീരിയകളും ഫംഗസും വൈറസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈസ്റ്റ്, പല പല കാര്യങ്ങളും, നമ്മുടെ ഫുഡിലുള്ള വിഷാംശങ്ങൾ, ഇതെല്ലാം നമുക്ക് നിർവീര്യമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ വയറ്റിലുള്ള ആസിഡ് എന്ന് പറയുന്നത്. ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ആസിഡ് പ്രൊഡക്ഷൻ എങ്ങനെ കുറയും? നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട് ആസിഡ് പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ കുറയും. എന്ന് വെച്ചാൽ, നമുക്ക് ചെറുതായിട്ടൊരു ഗ്യാസ് വരുമ്പോഴത്തേനും നമ്മൾ ഗ്യാസിന്റെ ഗുളിക കഴിക്കും. ഈ ഗ്യാസിന്റെ ഗുളിക നമ്മൾ പലതവണയായിട്ട് സിറപ്പായിട്ടും ഗുളികകളായിട്ടും അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിയുമ്പോഴത്തേനും ഇത് ഉള്ളിലേക്ക് ചെന്നേച്ച് ആസിഡ് പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ്. അപ്പൊ അതിന് ഡാമേജ് കുറയണം. ഇൻറ്റസ്റ്റൈനൽ വാൾ അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ ഉള്ളിലെ ലെയറിന്റെ നീർക്കെട്ടും ഈ പൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയും അൾസർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ രീതിയിലേക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ ആസിഡ് പ്രൊഡക്ഷനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞിരിക്കും എന്നുള്ളതല്ലാതെ പല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുതൽ സാധ്യതയുണ്ട്. ചിലർ പറയാറുണ്ട്, എനിക്ക് കപ്പ കഴിച്ചാൽ വയറ്റിലെ ഗ്യാസിന്റെ പ്രശ്നം കൂടുന്നുണ്ട്. ചിലർക്ക് ഉരുളക്കിഴങ്ങാണ്, ചിലർക്ക് ചെറുപയർ വൻപയറാണ്. ഇതൊക്കെയാണ് നമ്മൾ കോമനായി കേൾക്കുന്നത്. പക്ഷെ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അന്നേരം തോന്നിയില്ലെങ്കിലും പ്രശ്നങ്ങൾ കൂട്ടുന്ന സാധനമാണ് പാല്.
പാല് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവര്, കീഴ്വായു ശല്യമുള്ള ആളുകള് പാൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് 4 ഇരട്ടി കൂടും. കാരണം ഫുഡിന്റെ ഇൻടോളറൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിലുള്ള പല പ്രോട്ടീനുകളെ ദഹിപ്പിക്കാനോ ഉപയോഗപ്പെടുത്താനുള്ള കപ്പാസിറ്റി നമ്മുടെ കുടലിന് നഷ്ടപ്പെടുമ്പോഴാണ് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എന്തായാലും ഹൈപ്പോ ആസിഡിറ്റി ആയി, ആസിഡ് ലെവൽ കുറഞ്ഞു, അപ്പം നമ്മൾ പാല് കുടിച്ചു, ഈ പ്രശ്നം കൂടുന്നു. അപ്പം കഴിഞ്ഞ തവണ ഒരാൾ പറയുകയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ഐസ്ക്രീം കഴിച്ചു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ വല്ലാതെ വണ്ണം കുറഞ്ഞു, ഇപ്പൊ അതെല്ലാം ഓക്കെ ആയി, മരുന്ന് എടുത്തേച്ച് ഞാനൊന്നും ഓക്കെ ആയി വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു, പിറ്റേ ദിവസം എനിക്ക് മലം പച്ച കളറിൽ പോകാൻ തുടങ്ങി, അത് കണ്ട് വീണ്ടും ഈ ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പൊ ഒന്ന് ആലോചിക്കണേ, ഈ കുടലിലെ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി കൂടുതലായിരിക്കും, പേടിയായിരിക്കും, വെറുതെ എന്തിനൊക്കെയോ പേടിക്കുന്നു, മരണം സംഭവിക്കുമോ എന്ന് പറഞ്ഞ് പേടിക്കുന്നു, ക്യാൻസർ ഇല്ലാത്ത ഒരാൾ ക്യാൻസർ വരൂ എന്ന് പറഞ്ഞേച്ച് ആലോചിച്ച് പേടിക്കുന്നു, ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞെട്ടലോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് ഗ്യാസ് ഫോർമേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കുടലിലുണ്ടെങ്കിൽ അത് ഒന്നാം കീഴ്വായുവായിട്ട് അല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് പുറത്തു പോയേ പറ്റും. രണ്ടാമത്തേത് പാടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ്. ഓട്സ്, മൈദ, ഗോതമ്പ് എന്ന് പറയുന്ന ആഹാര വസ്തുക്കളിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഇതും ഇൻറ്റസ്റ്റൈനൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആവുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ ആണ്. അപ്പം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പോഴും പഴയ ഉരുളക്കിഴങ്ങ്, കടല, പയർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അത് കഴിക്കുമ്പോൾ അന്നേരം നമുക്ക് മനസ്സിലാകും എന്നുള്ളതല്ലാതെ ഈ ഒരിക്കലും ക്ലിയർ ആകാൻ സമ്മതിക്കാത്തൊരു കാര്യമാണ് ഷുഗർ. അപ്പം മധുരം നമ്മൾ ഉൾപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇത് കുടലിനകത്ത് ഫെർമെന്റ് ആകാൻ തുടങ്ങും. ഇതിനൊരു മെക്കാനിസം എന്താണെന്ന് പറഞ്ഞാൽ, വൻകുടലിലായിരിക്കേണ്ട ബാക്ടീരിയകൾ ചെറുകുടലിലാണ് വന്ന് പെരുകിയിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു ഭക്ഷണം ആസിഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡൈജഷൻ നടന്ന് കുടലിലേക്ക് എൻട്രായി അതിൽ നിന്നുള്ള പോഷക സാധനങ്ങളെല്ലാം ശരീരം വലിച്ചെടുത്ത് വേസ്റ്റ് സാധനങ്ങളെ വൻകുടലിലേക്ക് വിട്ട് അതിൽ നിന്നുള്ള വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തതിന് ശേഷമാണ് ഇതിനെ പുറത്തേക്ക് കളയുന്ന മെത്തഡ് വരുന്നത്. പക്ഷെ ഈ മൂവ്മെന്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്യാസ് ഫോർമേഷൻ പ്രശ്നങ്ങൾ തുടങ്ങും. അതെങ്ങനെയാന്ന് വെച്ചാൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ ആണ് ഈ മൂവ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ കുടലിനകത്ത് ഹെൽത്തി ബാക്ടീരിയകൾ വേണം. അതുകൊണ്ട് ഗ്യാസ് പ്രശ്നമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കീഴ്വായു എന്ന് പറയുന്നത് അത് സ്മെല്ലോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റസ്റ്റൈൻ ആണ് പ്രശ്നം. ആ കണ്ടീഷന്റെ പേരാണ് സിബോ എന്ന് പറയുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്നാണ് അതിന് പറയുന്നത്. അത് ഈ ലേറ്റസ്റ്റ് റിസർച്ചുകളിലാണ് ഇത് കൂടുതലായിട്ടും കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ചുമ്മാതെ ഒരു ഗ്യാസിന് ഗുളിക എടുത്തത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ മാറില്ല. കാരണം ഇതിന്റെ ഭാഗമായിട്ട് ടെൻഷനും കൂടും, അന്നേരം ടെൻഷനും മരുന്നെടുക്കും. ഇതിന്റെ ഭാഗമായിട്ട് സ്കിൻ പ്രശ്നം കൂടെ, എന്നാൽ സ്കിന്നും മരുന്നെടുക്കും. അപ്പൊ അങ്ങനെയല്ല അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഹെൽത്തി ബാക്ടീരിയകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ആന്റിബയോട്ടിക്സ്, അതായത് നമുക്ക് ഒരു പ്രശ്നം വന്നു ആന്റിബയോട്ടിക് എടുത്തു, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും ഡോക്ടറെ കാണാതെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെറുതെ പോയി, ശരിയാ ഒന്ന് ചുമച്ചു, കഫം വന്നു, ഉടനെ ആന്റിബയോട്ടിക്, കാലിൽ ചൊറിഞ്ഞു പൊട്ടി വ്രണമായ ഉടനെ ആന്റിബയോട്ടിക്, പഴുപ്പ് വന്നു ഉടനെ ആന്റിബയോട്ടിക്, സിവിയർ ആയിട്ടുള്ള പനി വന്നു ഉടനെ ആന്റിബയോട്ടിക്, എല്ലാത്തിനും ആന്റിബയോട്ടിക്കിലേക്ക് പോകുമ്പോൾ ഈ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ കൊല്ലുന്ന ഒരു മരുന്നാണ്. സത്യം പറഞ്ഞത് ചീത്ത ബാക്ടീരിയകളെയാണ് കൊല്ലേണ്ടത്. പക്ഷെ ചീത്ത ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് പിടിച്ച് കൊല്ലാനൊന്നും പോകത്തില്ല. അപ്പൊ നല്ല ബാക്ടീരിയകളും അതിന്റെ കൂടെ ചാവും. എന്ന് വെച്ചാൽ നമ്മള് തീവ്രവാദികള് ഒരു ഗ്രാമത്തിൽ വന്നു. അപ്പൊ ആ ഗ്രാമത്തിൽ 10 തീവ്രവാദികളും 500 പേര് ഗ്രാമവാസികളും നമ്മുടെ നല്ല ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 പേരെയാണ് നമ്മൾക്ക് കൊല്ലേണ്ടത്. അപ്പൊ 10 പേരെ കൊല്ലാനായിട്ട് ആ ഗ്രാമം മുഴുവനും ഒരു ബോംബ് ഇട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ആന്റിബയോട്ടിക് എന്ന രീതിയിലേക്ക് പറയുന്നത്. കാരണം അന്നേരം നമുക്ക് എല്ലാവരും ചത്തും. അപ്പൊ എന്താ സംഭവിച്ചേ? ചീത്ത ബാക്ടീരിയ എന്തായാലും ചത്തല്ലോ. അപ്പൊ നല്ല ബാക്ടീരിയകൾ നമ്മൾ സപ്ലൈ ചെയ്തുണ്ടോ? അതാണ് നമ്മൾ ഫുഡിനകത്ത് അവിടെ നിന്നെല്ലാം കിട്ടും. എന്നാലും നമ്മൾ എക്സ്ട്രാ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമ്മൾ കുടലിലേക്ക് സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയകളാണ് നമ്മുടെ ഒരു ഭക്ഷണം ദഹിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റുന്നത്. അതിനെയാണ് പറയുന്നത്
നമ്മുടെ ഒരു സെൽസിനെക്കാട്ടിലും 3 ഇരട്ടി സെൽസ് ആണ് ബാക്ടീരിയകൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത് കുടലിനകത്ത് ബാക്ടീരിയയാണ്. നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്ന കുടലിനകത്ത് ബാക്ടീരിയയാണ്. സ്കിന്നിന്റെ ഹെൽത്ത് തീരുമാനിക്കുന്ന കുടലിനകത്ത് ബാക്ടീരിയയാണ്. ശരീരത്തിലെ വേദനകൾ, എവിടെ പിടിച്ചാലും വേദനകൾ തീരുമാനിക്കുന്നത് ബാക്ടീരിയയാണ്. സൂയിസൈഡ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടാക്കുന്നത് വരെ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയകളാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആദ്യം കാണിക്കുന്ന ഒരു സിംറ്റമാണ്. ഈ സിംറ്റം കുറെ കാലം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ തൈറോയിഡൈറ്റിസ് ആയിട്ട് മാറുകയും, അത് കഴിഞ്ഞത് സ്കിന്നിൽ വന്നിട്ട് വിറ്റിലിഗോ അല്ലെ ലൈക്കൻ പ്ലാനസ് ആയി മാറുകയും, അത് കഴിഞ്ഞത് ജോയിന്റ്സിലേക്ക് വന്നിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് മാറുകയും, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ തുടങ്ങുന്നതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കീഴ്വായു റിപ്പീറ്റഡ് ആയിട്ട് പോവുക, ഏമ്പക്കം റിപ്പീറ്റഡ് ആയിട്ട് വരിക, നെഞ്ചിൽ ഒരു ഭാരം വെച്ച പോലെ തോന്നുക, എന്ത് കഴിച്ചാലും വയറ്റിൽ ഗ്യാസ് നിറഞ്ഞേച്ച് ഒരു കാര്യം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, ഭയങ്കര ആഗ്രഹത്തോടെ പോകുന്ന ഒരു ഭക്ഷണം നമ്മൾ ഒരു വാ വെക്കുമ്പോഴത്തേനും മതി, പിന്നെ നമുക്ക് വേണ്ടെന്നൊരു തോന്നൽ വരിക, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ആസിഡ് ലെവൽ കുറയുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആസിഡ് ലെവലിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ആപ്പിൾ സിഡർ വിനെഗർ നല്ല ഒരു സോഴ്സ് ആണ്. ആപ്പിൾ സിഡർ വിനെഗർ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഭക്ഷണത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് കുടിക്കുമ്പോൾ ഈ പറയുന്ന പയറെടുത്താ പ്രശ്നം, പരിപ്പെടുത്താ പ്രശ്നം, മുട്ട കഴിച്ചാൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻ എടുക്കുമ്പോൾ പ്രശ്നം തോന്നുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു 80% റീസൺ എന്ന് പറയുന്ന ഹൈപ്പോ ആസിഡിറ്റി ആണ്. അതുകൊണ്ട് ഈ ആപ്പിൾ സിഡർ വിനെഗർ വളരെ നല്ലതാണ്. പിന്നെ ജിഞ്ചർ വളരെ നല്ല ഒരു ഇതാണ്. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, നമുക്ക് ഇഞ്ചി നീര് വളരെ നല്ല ഒരു റെമഡിയാണ് ഈ പറഞ്ഞ വയറിന് ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ജീരകം, അത് നല്ല ഒരു റെമഡിയാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഗ്യാസിന്റെ ഉൽപാദനത്തെ നമ്മൾക്ക് അതിന്റെ ഡാമേജിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. കാരണം ഞാൻ റൂട്ട് കോസ് എന്ന് ഞാൻ പറയുന്ന കാര്യം എന്താണ്? ഇൻറ്റസ്റ്റൈൻ ആണ്, ഗട്ടാണ്, ഗട്ടിലുള്ള ബാക്ടീരിയകളാണ്. പിന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിരയുടെ മരുന്ന് പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പാരസൈറ്റ്സ് കൂടുതലായിട്ടും വിരയൊക്കെ നമ്മുടെ കുടലിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ലക്ഷണത്തിന് ഒന്നാണ് ഈ ഗ്യാസിന്റെ പ്രശ്നം. പിന്നെ ഉള്ളത് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചില്, പിന്നെ വരുന്നത് സ്കിന്നിലെല്ലാം വെള്ള പാടുകൾ, പാച്ചസ് ഉണ്ടാകുന്നത്, പിന്നെ രാവിലെ എഴുന്നേറ്റ് തുമ്മല്, കണ്ണ് ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഉറക്കം ക്ലിയർ ആകുന്നില്ല, ഈ കുറേ സ്വപ്നങ്ങൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാസിന്റെ പ്രശ്നത്തിന് ആദ്യം ക്ലിയർ ആക്കേണ്ടത് വിരയ്ക്ക് മരുന്ന് പ്രോപ്പറായിട്ട് എടുത്ത്, ഇപ്പൊ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കുന്ന രീതിയിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ആയുർവേദമായ രീതി, ഇംഗ്ലീഷ് മരുന്നിനായ രീതി പ്രോപ്പറായിട്ട് അതിന് മരുന്ന് എടുത്തിട്ടാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊന്ന് വയറിളകണം. ഈ ആവണക്കെണ്ണ, അതേപോലെ തന്നെ ഇഞ്ചി നീര്, അതേപോലെ നാരങ്ങ നീര്, ഈ കോമ്പിനേഷനിൽ നാരങ്ങ നീര് ഒരു 4-5 തുള്ളി, ഇഞ്ചി നീര് ഒരു 4-5 തുള്ളി, ആവണക്കെണ്ണ 1 ടീസ്പൂൺ, ഇത്ര മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വയറ് പ്രോപ്പറായിട്ട് ഇളകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നോക്കണമെന്നില്ല, എല്ലാവർക്കും അതാവണമെന്നില്ല. ചിലർക്ക് മരുന്നെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം അറിയാം. ഇപ്പം ഏതാ പറയാ, കൊന്നയുടെ തളിരെടുത്ത് അത് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അരച്ച് തോരൻ വെച്ച് കഴിച്ചാലോ, ഭക്ഷണമായിട്ട് നമ്മളെ വായിൽ ചവച്ച് തിന്നാലോ, അതൊക്കെ വയറിളകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യണം. പെരയുടെ മരുന്ന് എടുക്കണം, ഹെൽത്തി ബാക്ടീരിയകളെ അങ്ങോട്ട് ഇട്ട് അത് ക്ലിയർ ആക്കി എടുക്കണം. അതേപോലെ ഈ ഗ്ലൂട്ടനും ലാക്ടോസും എന്ന് വെച്ചാൽ മൈദ, ഗോതമ്പ്, ഓട്സ്, പാല്, ഈ സാധനങ്ങള്, മധുരം, ഇത്തരം സാധനങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ കീഴ്വായു പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. കുറയുകയല്ല, ഈ സ്മെല്ല് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല. അതാണ് മെയിനായിട്ടും വേണ്ടത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഇൻറ്റസ്റ്റൈൻ കറക്റ്റ് അല്ല, അത് ഭാവിയിലേക്ക് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞ തൈറോയിഡിന്റെ പ്രശ്നങ്ങളായിട്ടും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് ശരീരം തന്നെ ഡാമേജ് ചെയ്ത് പോകുന്ന അളവിലേക്ക് വരും. അതേപോലെ നമ്മുടെ ആൽക്കഹോൾ, ഒരിത്തിരി പോലും ആൽക്കഹോൾ ഈ ഒരു കണ്ടീഷന് പറ്റത്തില്ല. കാരണം ഡാമേജ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദ്യം ഇതെല്ലാം ക്ലിയർ ചെയ്ത് 2-3 മാസം കൊണ്ട് നോക്കി ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കണ്ടീഷനും ഏത് ഭക്ഷണവും നമുക്ക് ചെറിയ ചെറിയ അളവിൽ കഴിക്കാൻ പറ്റും. കാരണം പല ആളുകളും നമ്മളിൽ വന്നത് കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ബീഫ് കഴിച്ചാൽ പറ്റത്തില്ല, ചൊറിഞ്ഞും പൊട്ടിയും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നു, പോർക്ക് കഴിച്ചാൽ പറ്റത്തില്ല, മട്ടൺ കഴിച്ചാൽ പറ്റത്തില്ല, പയറ് പരിപ്പ് കഴിച്ചാൽ പറ്റത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ 2-3 മാസം കൊണ്ട് ഇത് ഫുള്ള് ക്ലിയർ ആകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, ഡൈജസ്റ്റ് എൻസൈംസ്, അങ്ങനെ കുറച്ച് കോമ്പിനേഷൻസിലൂടെ, അതായത് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ കുറേ കാര്യങ്ങളുടെ വേരിയേഷൻ വരുന്ന ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നത്. അതിനെക്കാട്ടിലും ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് വരുന്നത് ഇവരുടെ സൂയിസൈഡൽ ടെൻഡൻസി, ആങ്സൈറ്റി, ഡിപ്രഷൻസ്, ഇതിലാണ്
മാറ്റം വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരുന്നു ഡോക്ടറെ, ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ അധികം കാണുന്നില്ല എന്നുള്ള രീതി പറയുന്നതിന്റെ മെയിൻ, അതായത് സ്ട്രെസ് അടിക്കുക എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് പറയും, ഡോക്ടർമാർ പറയും അതെ നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഏതാണ്ട് മനഃപൂർവ്വം സ്ട്രെസ് അടിക്കുന്ന രീതിയാണ്. കാരണം രാവിലെ 8 മണിയായി, നമ്മൾ തന്നെ സ്ട്രെസ് അടിച്ചേക്കാം എന്ന രീതിയിലല്ലല്ലോ നമ്മൾ സ്ട്രെസ് വരുന്നത്. ഇത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. കാരണം ആ സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു കാര്യം ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ക്ലിയർ. അതുകൊണ്ട് കീഴ്വായു എന്ന് പറയുന്നത് പല പല കാര്യങ്ങളുടെ ഒരു ഇനീഷ്യലായിട്ട് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. മാറ്റിവെക്കേണ്ടത് മാറ്റിവെക്കുകയും ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളൊരു 20 to 30% ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. 70%ഉം ഡയറ്റ് ഫുഡ് തന്നെയാണ്, 30% നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. മൂവ്മെന്റുകൾ വരുന്നതനുസരിച്ച് പല രീതിയിലുള്ള നമ്മുടെ ഡോപ്പമൈനും സെറോട്ടോണിനും പല ഹാപ്പി ഹോർമോൺ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, അതേപോലെ എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ, പല പല ഹാപ്പി ഹോർമോണുകൾ റിലീസ് ആകുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെസ് ലെവൽ കുറയുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്ന സ്റ്റഡീസ് ആവശ്യം പോലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കോമ്പിനേഷൻ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നമുക്ക് ഈ പറയുന്ന ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും കീഴ്വായു റിലേറ്റഡ്, ഏമ്പക്കവും കീഴ്വായു ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ 10 തവണ എന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം ഏമ്പക്കം വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അന്നേരം ആലോചിക്കണം, ഡൈജഷൻ കറക്റ്റ് അല്ല, സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻ കറക്റ്റ് അല്ല. അത് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.